നല്ല ക്ലൈമറ്റ് കണ്ടപ്പോൾ ഒരു തോന്നൽ ഫ്രണ്ട്സുമായിട്ടൊരു വൈബൊക്കെ പിടിച്ച് കുറച്ചൊരു ബാർബിക്യൊക്കെ സെറ്റ് ചെയ്യാനായിട്ടൊരു യാത്ര പോയാലോ. അപ്പോൾ പിന്നെ വേറെ ഒന്നും ആലോചിക്കാൻ പോയില്ല, നേരെ വണ്ടി എടുത്ത് വെച്ച് പിടിച്ചു നല്ല ശാന്തസുന്ദരമായൊരു സ്ഥലത്തേക്ക്. നല്ല ചൂടുള്ള ദിവസമായതുകൊണ്ട് വൈകുന്നേരം ആ ഒരു ഇളം കാറ്റൊക്കെ കൊണ്ട് കാഴ്ചയൊക്കെ കണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. ഇനി കാഴ്ചയൊക്കെ കണ്ട് നിൽക്കൽ മാത്രമൊന്നുമല്ല, ഫിഷിങ് താല്പര്യമുണ്ടെങ്കിലും ബോട്ടിങ് താല്പര്യമുണ്ടെങ്കിലും അതിന് പറ്റിയ ഓപ്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ പിന്നെ അതിനൊന്നും പോയതല്ലെന്നേ, ഞങ്ങൾ വെറുതെ ചില്ലോട്ട് ചെയ്യാൻ പോയതാണ്. അത് കാരണം കുട്ടികൾ കണ്ടില്ലേ വെള്ളത്തിൽ കല്ലെറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മളും അവിടെ ഒന്ന് ചുറ്റി നടന്നൊക്കെ കണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പതുക്കെ ഒരു ബാർബിക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടിയിലേക്ക് മുഴുകി. ഇതെന്താ എല്ലാവരും കൂടി ഒന്ന് ആലോചിക്കുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? വേറൊന്നുമല്ല, ബാർബിക്കിനുള്ള ചാർക്കോൾ പൊട്ടിക്കുന്നതാണ് ഞാൻ കാണുന്നത്. കുട്ടികൾ അവരവരുടേതായ കളികളിലേക്ക് പോയി. ബോയ്സ് ആണെങ്കിൽ ഫുട്ബോളും, ഗേൾസ് അവരുടെ ചാറ്റിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് പോയി. ചേട്ടന്മാരങ്ങനെ അവസാനം ബാർബിക്യൂവിൻ്റെ ചാർക്കോളിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കി അവസാനം അതിന് തീയിടാൻ തുടങ്ങി. പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഈ തീയൊന്ന് കത്തി പിടിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഭയങ്കര കാറ്റാണ്, പിന്നെ അതിന് പറ്റിയ മെഷീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെയൊക്കെ കാണിക്കുന്നതാണ് ഇപ്പോൾ തോന്നുന്നത്, എന്നാൽ പോയെന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തേക്കാം. പോയി ചെന്ന് നോക്കിയപ്പോഴുള്ള കാര്യം മനസ്സിലായത്, കാണുന്നത്ര എളുപ്പമല്ല കേട്ടോ ഈ പരിപാടി. ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ടെക്നിക്ക് പിടികിട്ടിയത്. പിന്നെ അധികം നേരം അവിടെ നിൽക്കാൻ പോയില്ല, പിള്ളേരെ കൊണ്ട് വേഗം സ്കൂട്ടായി അവരെ പോയി വെള്ളത്തിൽ കൊണ്ട് ചാടിച്ചു. സമയമുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അക്വാ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. 1 hour 2 hour സെഷനൊക്കെ എടുത്ത് നമുക്ക് പോകാം. പക്ഷെ ഞങ്ങളൊരു വൈകുന്നേരം പോയതുകൊണ്ട് ഇതുപോലുള്ള പിക്ചേഴ്സൊക്കെ എടുത്ത് സാറ്റിസ്ഫൈ ആയിട്ട് പോകുന്നു. ഇനി അടുത്ത ദിവസം ആവാം അക്വാ പാർക്കിൽ പോകുന്നതൊക്കെ. തിരിച്ചു വന്നപ്പോൾ ചേട്ടന്മാർ അടുപ്പൊക്കെ കൂട്ടി നല്ല ഓംലെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ മണം കേട്ടാൽ തന്നെ അപ്പം തന്നെ തിന്നാൻ തോന്നും. കാരണം നമ്മൾ വീട്ടിൽ എത്ര ഓംലെറ്റ് എന്തൊക്കെ ഇട്ട് ഉണ്ടാക്കിയാലും ഈ പറഞ്ഞ ടേസ്റ്റ് വരില്ല കേട്ടോ. അതാ ഇളങ്കാറ്റൊക്കെ കൊണ്ട് ചൂടോടെ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. കുട്ടികളെ പിന്നെ അവരുടെ വഴിക്ക് വിട്ടേക്കുക, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാരിപ്പിറക്കി തിന്ന് അതിൽ നടന്നുള്ളൂ. നമുക്ക് അവിടെ ചൊറ പറഞ്ഞിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമൻറ്റ് കടിച്ച് നല്ല കോഴിക്കാലും അതുപോലെ തന്നെ പോർക്കിൻ്റെ റിബ്സും ഒക്കെ ബാർബിക്യൂ ചെയ്ത് തിന്നാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. ഇനിയിപ്പോൾ ഈ സ്ഥലം ഏതാണെന്നല്ലേ, വേറൊന്നുമല്ല, റുട്ട്ലാൻഡ് വാട്ടറാണ്. ലെസ്റ്ററിലുള്ള ഒട്ടുമിക്ക എല്ലാവരും പോയിട്ടുണ്ടാകും. ഇവിടെ നിന്ന് ആകെ 40 മിനിറ്റേ ഉള്ളൂ. ഇനി ദൂരെ നിന്ന് വരുന്നവർക്ക് നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ അക്വാ പാർക്കിൽ ഒരു 1 hour സെഷൻ ഒക്കെ ബുക്ക് ചെയ്ത് ബോട്ടിങ്ങും അതുപോലെ ഫിഷിങ്ങും ഒക്കെ ആയിട്ട് ഒരു ഫുൾ ഡേ എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ സ്ഥലത്തിൻ്റെ പേര് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.